ആ 102 വയസ്സിലും കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ജീവിക്കുക എന്നുള്ളത് അതിലേറെ മഹത്തരം. ആ 102-ാം വയസ്സിലും രോഗക്കിടക്കയിലാകുന്ന 5 വർഷത്തിന് മുമ്പും സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന, അനീതികൾക്കെതിരെ കൃത്യമായി നിലപാടെടുത്തിരുന്ന വി എസിനെയാണിപ്പോഴും കേരളം ഓർക്കുന്നത്. പുതിയ തലമുറ പോലും വി എസിനെ നെഞ്ചേറ്റുന്നു, വി എസിനായി മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് കേരളത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേരളത്തിൽ ഭൂലോകത്തെമ്പാടുമുള്ള മലയാളികൾ വി എസ് എന്ന ആ ജനനായകനെ, സമരനായകനെ ഓർക്കുകയാണ് പല തലങ്ങളിൽ, പല കാലങ്ങളിൽ. സമൂഹ മാധ്യമങ്ങളിലടക്കം വി എസിനെ കുറിച്ച് ചർച്ച ചെയ്തത്, വി എസ് നൽകിയ സംഭാവനകളെക്കുറിച്ച്, വി എസ് ആലപ്പുഴയിൽ ജനിച്ചത്, വി എസ് 17-ാം വയസ്സിൽ പാർട്ടി അംഗമായത്, അതിനുശേഷം 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലേറുമ്പോൾ അവിടുത്തെ ആലപ്പുഴ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയത്, അതടക്കമുള്ള കാര്യങ്ങൾ 1980 മുതൽ 1992 വരെ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തെ നയിച്ചത്, 90കളിൽ കേരളത്തിൽ ലോകമെമ്പാടും സോഷ്യലിസ്റ്റ് ചേരികൾ വലിയ വെല്ലുവിളികൾ നേരിട്ടപ്പോൾ കേരളത്തിലെ പാർട്ടിയെ കരുത്തോടുകൂടി കൊണ്ടുപോകാൻ സാരഥ്യം നൽകിയത് എല്ലാം കേരളം ഓർത്തെടുക്കുന്നു. 3 പ്രാവശ്യം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് നിയമസഭയെ പോരാട്ടവേദിയാക്കുന്നത് എങ്ങനെയെന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതടക്കം കേരളം ഓർക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഒരു സംസ്ഥാനത്തെ വികസന വഴിയിലേക്ക്, പുതിയ കേരളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏറ്റെടുത്ത പല വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളൊക്കെ തരണം ചെയ്തു കൊണ്ടുപോയ, പല ദേശീയ നേതാക്കളുമായും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന, ലാലു പ്രസാദ് യാദവ് അടക്കമുള്ളവരോട് അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന, വിവിധ തലങ്ങളിൽ അന്നത്തെ കേന്ദ്ര സർക്കാർ, UPA സർക്കാർ എടുത്ത നിലപാടുകൾക്കെതിരെ ശക്തമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ആസിയാൻ കരാറിൽ ഒപ്പിടരുത് എന്ന് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ നേരിട്ട് കണ്ട് പറഞ്ഞ വി എസ്, പിന്നീട് നമുക്കറിയാം റബ്ബർ കർഷകരെ ആകെ പ്രതിസന്ധിയിലാക്കിയ, കേരളത്തിലെ കാർഷിക മേഖലയാകെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയ, രാജ്യത്തെ കാർഷിക മേഖലയാകെ പ്രതിസന്ധിയിൽ കൊണ്ടുപോയ ആസിയാൻ കരാർ. അന്നേ വി എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇത്തരത്തിൽ ഈ കരാറിൽ ഒപ്പിടരുത്. അങ്ങനെ ദേശീയ രാഷ്ട്രീയ നേതാക്കളോടടക്കം വലിയ തരത്തിൽ സൗഹൃദങ്ങൾ പുലർത്തിയിരുന്ന, ലാലു പ്രസാദ് യാദവിനോടടക്കം വലിയ സൗഹൃദങ്ങൾ പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു. ഒരു ഭാഷ, ഇംഗ്ലീഷിനപ്പുറം ഭാഷ, മലയാളത്തിനപ്പുറം ഭാഷ അറിയാമായിരുന്നില്ലെങ്കിലും ജീവിതത്തിൻ്റെ അവസാന നാളുകളിലും പുതിയ ഭാഷ പഠിക്കാൻ അറിയാവുന്ന ഭാഷയിൽ, ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്ന വി എസ്, ഭാഷ ഒരു തടസ്സമായിരുന്നില്ല വി എസിന്. ജനങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാനും അതിന് പ്രശ്നം പരിഹാരം കാണുന്നതിനും വി എസിന് ഒരു കാലത്തും ഒരു ഭാഷയും തടസ്സമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥം എന്ന് പറയുന്നത്. വി എസ് വിടവാങ്ങുമ്പോൾ പ്രിയപ്പെട്ട സമരസഖാക്കൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച്, അദ്ദേഹം പകർന്നു തന്ന പാഠങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. സഖാക്കൾ പിണറായി വിജയൻ, SRP എല്ലാവരും അദ്ദേഹത്തെ കാത്ത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പുന്നപ്ര വയലാർ സമരനായകൻ എന്ന അർത്ഥത്തിൽ മാത്രം അല്ല വി എസിനെ കേരളം കണ്ടത്. കേരളത്തെ ബാധിക്കുന്ന, കേരളത്തിൻ്റെ പഴയ ദുഷിപ്പുകളെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ കേരളമാക്കി മാറ്റാൻ വി എസ് നടത്തിയ ശ്രമങ്ങൾ, ഇവിടുത്തെ ജന്മി കുടിയാൻ വ്യവസ്ഥ, ജന്മിമാർ കർഷക തൊഴിലാളികളെ വയലേലകളിൽ ചവിട്ടി താഴ്ത്തിയിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഒരു ദിവസം ഒരു നേരം പോലും കഞ്ഞി കുടിക്കാൻ സാഹചര്യമുണ്ടാകാതിരുന്ന ആ ജനതയെ നിന്ന് ആരെയും തമ്പ്രാനെന്ന് വിളിപ്പിക്കാതെ, ആർക്കും പാളയിൽ കഞ്ഞി കൊടുപ്പിക്കാതെ ഈ കേരളത്തെ ഇങ്ങനെ പരുവപ്പെടുത്തിയെടുത്തിയ വി എസ്, ആ വി എസ് ആണ് വിടവാങ്ങിയിരിക്കുന്നത്. 102-ാം വയസ്സിൽ വി എസ് വിടവാങ്ങുമ്പോൾ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടമാണ്, പരിഹരിക്കാനാകാത്ത നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുന്നവരോടുകൂടി അദ്ദേഹം മരണത്തിലൂടെ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവസാനത്തെ കമ്മ്യൂണിസ്റ്റല്ല, അനേകായിരം കമ്മ്യൂണിസ്റ്റുകളെ, ഇനിയും അനീതികളെ നേരിടുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തരമായ പാഠങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ശേഷിയുള്ള വലിയൊരു സഖാക്കളുടെ നിരയെ സൃഷ്ടിച്ചുകൊണ്ടാണ് വി എസ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹം സൃഷ്ടിച്ച സംഘടനാ ശരീരം, അദ്ദേഹം കൂടി സൃഷ്ടിച്ചെടുത്ത സംഘടനാ ശരീരം, അദ്ദേഹം കൂടി വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയ കേരളമെന്ന സാമൂഹ്യ ശരീരം,
അതെല്ലാം ആ സാമൂഹ്യ ശരീരവും സംഘടനാ ശരീരവുമെല്ലാം അവശേഷിപ്പിച്ചുകൊണ്ടാണ് വി എസ് മടങ്ങുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, വി എസ് നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുകയാണ് ഈ കേരളത്തിലെ ഒരു പിഞ്ചു കുഞ്ഞിലൂടെ, ഒരു വനിതയിലൂടെ, ഒരു വൃദ്ധനിലൂടെ. അവർ അതുകൊണ്ട് തന്നെയാണ് മുദ്രാവാക്യങ്ങൾ ഏറ്റേറ്റ് വിളിക്കുകയും ചെയ്യുന്നത്. കയറുവിരിക്കുന്ന തൊഴിലാളിയുടെ ആ ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ കഥ, അത് വർഗസമര ചരിത്രം തന്നെയാണ് എന്ന് മലയാളിയെ പഠിപ്പിച്ച, പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടവും വർഗസമര പോരാട്ടത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് മലയാളിയെ പഠിപ്പിച്ച, പാർട്ടി പ്രവർത്തകരെ പഠിപ്പിച്ച വി എസ്, ആ വി എസ് ആണ് ഈ വിട വാങ്ങുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കും. അവിടെ പൊതുദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പാർട്ടിയുടെ സമന്വയ നേതാക്കളെ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വി എസിനെ കാണാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠമാണ് വി എസ്. വി എസ് ഇല്ലാത്ത ഒരു കേരളം ഈ 100 വർഷത്തിനിടെ കേരളത്തിലില്ല. വി എസിൻ്റെ മുദ്ര പതിയാത്ത ഒരു സംഭവവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സമരമുഖങ്ങളിൽ, അതോടൊപ്പം തന്നെ ഭരണ നേട്ടങ്ങളിൽ, വികസന വഴികളിൽ കേരളത്തെ മുന്നോട്ട് നയിച്ച വി എസ് ആണ്. സമരമാണ് ജീവിതമെന്ന് മലയാളിയെ പഠിപ്പിച്ച്, സമരം തന്നെ ജീവിതമെന്ന ആത്മകഥ അദ്ദേഹം എഴുതിയത് തന്നെ സമരം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ആ ആത്മകഥയ്ക്കൊരു പേര് നൽകാനുമില്ല. സമരം തന്നെ ജീവിതം, പോരാട്ടം തന്നെയാണ് ജീവിതം. ഒരു വിപ്ലവകാരിയെ സംബന്ധിച്ച് വിശ്രമമില്ലാത്ത പോരാട്ടമാണ് ആവശ്യമെന്ന്, ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ, അനീതികൾക്കെതിരെ വാളോങ്ങാൻ, ചാട്ടുളി പോലെ വാക്കുകൾ പ്രയോഗിക്കാൻ കരുത്ത് നൽകിയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായ വി എസ് വിടവാങ്ങുമ്പോൾ അതൊരു പരിഹരിക്കാനാകാത്ത നഷ്ടം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര, പ്രത്യേക വാഹനം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ പാതയുടെ ഇരുവശങ്ങളിലും ഇപ്പോഴും അനേകായിരങ്ങൾ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം അവിടങ്ങളിലേക്ക് അതിന് അവസരമൊരുക്കുന്നതിന് എല്ലാവർക്കും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതാണ് നേരത്തെ പാർട്ടിയുടെ നേതാക്കൾ പറയുകയും ചെയ്തത്. പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളാണ്, തോമസ് ഐസക് അടക്കമുള്ളവരാണ് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നത്. നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ. ഏതായാലും ആ നേതാക്കൾക്ക് പാർട്ടിയുടെ വി എസിന് പിന്നാലെ വന്ന ആ വലിയ സംഘമാണ് ഈ പുതിയ കേരളത്തെ ഇപ്പോൾ നയിക്കുന്നത്. ആ വി എസിന് പിന്നാലെ വന്ന പിണറായി വിജയനും, വി എസിന് പിന്നാലെ വന്ന തോമസ് ഐസക്കും, വി എസിന് പിന്നാലെ വന്ന കെ എൻ ബാലഗോപാലും, ടി രാമകൃഷ്ണനും, പി രാജീവും അടക്കമുള്ളവർ, എം പി രാജേഷും അടക്കമുള്ള ആ നിരയാണ് വി എസ് പകർന്നു നൽകിയ ആ പാഠങ്ങൾ, ആ കമ്മ്യൂണിസ്റ്റ് പാഠങ്ങൾ, അതോടൊപ്പം തന്നെ വികസന കാഴ്ചപ്പാടുകളൊക്കെ തന്നെയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ 2ാം പിണറായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഒരു 3ാം പിണറായി സർക്കാർ എന്ന തരത്തിലേക്ക് കേരള ജനത ചിന്തിക്കുമ്പോൾ അതിനൊപ്പം ചേർത്ത് വയ്ക്കപ്പെടുകയാണ് വി എസ് എന്ന മുൻ ഭരണാധികാരിയെ, മുൻ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ആ സമര സേനാനിയെയും. കേരളത്തിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു വി എസ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിപരമാകുന്നില്ല. എല്ലാ മേഖലകളിലെയും സർവ്വതലങ്ങളെയും സ്പർശിക്കുന്ന മുദ്രകൾ പതിപ്പിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം വിടവാങ്ങുക ആണ് എന്ന് പറയുമ്പോൾ വലിയൊരു നഷ്ടം ആലപ്പുഴയ്ക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് വി എസിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായത്. ഏതായാലും അല്പസമയത്തിനകം റിക്രിയേഷൻ ക്ലബിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കും. അതിനുശേഷം ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ കേരളത്തിലെ വിപ്ലവ പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്ന പുന്നപ്ര വയലാറിൻ്റെ മണ്ണിൽ അദ്ദേഹത്തിനും അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമരസഖാക്കൾ 1946 ദിവാൻ ഭരണത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തീർത്ത, വാരിക്കുന്തവുമായി ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ട ആ വലിയ സേനാനികളുടെ സേനാനിയായി മാറിയ വി എസ് അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ സമരസഖാക്കൾ, അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പി കെ ചന്ദ്രാനന്ദനും ടി വി തോമസും കെ വി പത്രോസും അടക്കമുള്ള നേതാക്കൾ, പിന്നെ പേരറിയുന്നതും പേരറിയാത്തതുമായ അനേകം രക്തസാക്ഷികൾ, അവരുടെ ചോരയാൽ ചുവന്ന മണ്ണിലേക്ക് വി എസ് കൂടി എത്തുകയാണ്. വി എസ്, നിങ്ങൾക്കായി അനേകം മുദ്രാവാക്യങ്ങൾ, നിങ്ങൾക്ക് അനേകം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായി നെഞ്ചിൽ അനേകായിരം റോസാപ്പൂക്കൾ, ചെമ്പനീർ പൂക്കുകൾ, 100 പൂക്കൾ ഇവിടെ വിടരുകയാണ്. നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള ബഹുമാനം, നിങ്ങളോടുള്ള ആദരവ് ഞങ്ങൾക്ക് കേരളീയർക്ക് എങ്ങനെയായിരുന്നുവെന്ന് ഈ കാഴ്ചകൾ കാട്ടിത്തരുന്നുണ്ട്. ഇപ്പോൾ അനക്കമറ്റ നിദ്രയിലാണ് വി എസ്. അദ്ദേഹം ആ വാഹനത്തിൽ എത്തുകയാണ്.